ഹലോ ഗൈസ്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാഞ്ചിയിലെ വൺ പീസ് ദ സാഞ്ചിയുടെ പവേഴ്സിനെ കുറിച്ചാണ്. വാനോർക്കിന് ശേഷം സാഞ്ചിൻ്റെ പവേഴ്സിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ജനറ്റിക് അവേക്കനിങ്. അതായത് ജർമ്മൻ സിക്സിൻ്റെ എൻഹാൻസ്മെൻറ്റിൻ്റെ പവേഴ്സ് എല്ലാം സാഞ്ചി അൺലോക്ക് ചെയ്തു. സാഞ്ചിയുടെ ഫാദർ ക്രിയേറ്റ് ചെയ്ത റെഡ് സുഡ് ആണ് സാഞ്ചിയുടെ ഈ പവർ ട്രിഗർ ചെയ്തത്. ഇതുമൂലം സാഞ്ചിയുടെ പവേഴ്സ് നേരത്തേക്കാൾ ഉള്ളതിനേക്കാൾ എത്രയോ ഫാർ ബെറ്റർ ആയി തന്നെ പറയേണ്ടി വരും. ജനറ്റിക് അവേക്കനിങ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ കുറേ വേരിയേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാണ് ഫ്ലെക്സിബിലിറ്റി. സാഞ്ചിക്ക് വളരെ രീതിയിൽ ഫ്ലെക്സിബിലിറ്റി വർദ്ധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാമത്തേതാണ് സ്പീഡ് ആൻഡ് സ്ട്രെങ്ത്. സാഞ്ചിക്ക് വളരെ രീതിയിൽ സ്പീഡ് ആൻഡ് സ്ട്രെങ്ത് വാനോർക്കിന് ശേഷം കൂടിയിട്ടുണ്ട്. മൂന്നാമത്തെ വേരിയേഷനാണ് ഹൈ സ്പീഡ് ഹീലിംഗ്. മുമ്പുള്ളതിനേക്കാൾ വളരെ സ്പീഡിൽ ഹീൽ ചെയ്യാൻ ഇപ്പോൾ സാഞ്ചിക്ക് കഴിയും. സാഞ്ചിയുടെ മാത്രമല്ല, സോറോ, ലൂഫി അങ്ങനെ എല്ലാ ക്രൂ മെമ്പേഴ്സിൻ്റെയും പവേഴ്സ് നമ്മൾ പറയുന്നേക്കും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോ.